പാരിയത്തുകാവിലെ സാധാരണക്കാരായ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുവാനും അവരുടെ ഒരു പിടി മണ്ണ് അവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുവാനും കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ഒത്താശയോടെ പോലീസ് നടത്തിയ അതിക്രമത്തിന് വെള്ളപൂശുവാൻ വേണ്ടി റിപ്പോർട്ടർ ടി വിയിലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ റിജിൽ മാക്കുറ്റി സഖാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പാരിയത്തുകാവിലെ വസ്തുതകൾ എന്താണെന്ന് ഓരോന്നും എടുത്തു കാണിച്ച് പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട്. പാരിയത്തുകാവിൽ കഴിഞ്ഞ സർക്കാർ ഇരിക്കുമ്പോൾ, അതായത് 10 വർഷം 14 തവണ അതിക്രമം കാണിക്കാത്ത പോലീസിൻ്റെ നയം ഇപ്പോൾ ഭരണം മാറിയപ്പോൾ എങ്ങനെ മാറി എന്നുള്ള കൃത്യമായ ചോദ്യവും സഖാവ് കെ എസ് അരുൺകുമാർ കോൺഗ്രസ് പ്രതിനിധിയായ റിജിൽ മാക്കുറ്റിയോട് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, 8 കുടുംബങ്ങൾ ഒഴിപ്പിക്കുവാൻ 400 പോലീസിൻ്റെ ആവശ്യം എന്തായിരുന്നുവെന്നും കേരളത്തിനറിയണം. വനിതാ പോലീസ് ഇല്ലാതെ സ്ത്രീകളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. എന്തായാലും ശരി, ചാനൽ ചർച്ചകളിലൂടെ തങ്ങൾ ചെയ്തു വച്ച അതിക്രമത്തെ വെള്ളപൂശി നയപ്പെടുത്തിയെടുക്കുവാനുള്ള കോൺഗ്രസിൻ്റെ പരിശ്രമത്തെയാണ് സഖാവ് കെ എസ് അരുൺകുമാർ ഒരു പ്രതിരോധമായി നിന്നുകൊണ്ട് തകർത്ത് കളഞ്ഞത്. എന്തായാലും പാരിയത്തുകാവിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ വസ്തുത അറിയണമെങ്കിൽ സഖാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കോൺഗ്രസ് പ്രതിനിധിയുടെ വെള്ളപൂശൽ ചടങ്ങിനെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് തകർത്തെറിയുന്നത് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. പോലീസ് മർദ്ദനം ഉണ്ടായ സമയത്ത് തന്നെ പി വി ശ്രീനിധൻ അവിടെ പോകുന്നു, വലിയ പ്രതിഷേധമുണ്ടാകുന്നു. നേരത്തെ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷം എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. എല്ലാവരുമല്ല, ചോദിച്ചു, അതിൽ അത് വലിയ തോതിൽ പങ്കുവെക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 10 വർഷമായിട്ട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിപ്പോൾ പതിറ്റാണ്ടുകളായുള്ള കേസാണ്. ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നിട്ട് ഒരു സർക്കാർ വന്നയുടനെ അതിലൊരു ജനകീയ മുഖമുണ്ടാക്കുകയും സമരമുഖമുണ്ടാക്കുകയും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ ബോധ്യം മാത്രമാണോ അവിടെ ഇടതുപക്ഷത്തിനുള്ളത് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടപ്പരോൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് റിജിൽ ചോദിക്കുന്ന ചോദ്യം. യെസ്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. 10 കൊല്ലമായി നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവസാനം പറഞ്ഞത് അവിടുത്തെ പുറമ്പോക്ക് ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി അതിൽ പുറമ്പോക്കുണ്ടോ എന്നത് പരിശോധിക്കണം എന്നതാണ്. 19 ഏക്കറിലും താമസിക്കുന്ന മുഴുവൻ ആളുകളോടും അവരുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ സർക്കാർ പറഞ്ഞിട്ട് മാസങ്ങളായി. ഈ കേസുമായിട്ട് നടന്ന വ്യക്തി അടക്കം, അതായത് 2.5 ഏക്കർ സ്ഥലം എനിക്കുണ്ട്, അതിലാണ് ഈ 8 കുടുംബം താമസിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ആള് പോലും സ്വന്തം കയ്യിലുള്ള രേഖ ഹാജരാക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ വന്നപ്പോഴാണ് 14 തവണ പോലീസ് വരുമ്പോഴും പോലീസ് അത് ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം ജനങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗമായി പോലീസ് അനിഷ്ട സംഭവങ്ങൾ അധികമില്ലാതെ തിരിച്ചു പോവുകയും ചെയ്തത്. അതിനിടയിലും ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഒരു CI അഭിലാഷ് ഈ സംഭവത്തിലടക്കം ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച സിറാജ് എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കാല് ചവിട്ടി ഒടിക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം ഓപ്പറേഷന് വിധേയമാകേണ്ടി വന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ആലുവയിലെ DYSP ഒരു ബാബു മോൻ പറഞ്ഞത്, ഞാൻ ചെറുപ്പമാണ് അതുകൊണ്ട് ശൗര്യം കൂടുമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീകളെ ആക്രമിച്ചത്, അതുപോലെ കുട്ടികളെ നിലത്തിട്ട് ചവിട്ടിയത്. ഇപ്പോ 14 തവണ ഇത്തരത്തിൽ അതിക്രമം കാണിക്കാതിരുന്ന പോലീസ്, ഈ രൂപത്തിൽ അതിക്രമം കാണിക്കാത്ത പോലീസ് എങ്ങനെ ഇത്തരത്തിൽ രൂപം മാറി എന്നതാണ് ചോദ്യം. അപ്പൊ പണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്തു എന്നല്ല, പോലീസിന്റെ നയത്തിൽ പെട്ടെന്ന് വന്നിരിക്കുന്ന ഈ മാറ്റത്തിന് കാരണം എന്ത് എന്നത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അവിടെ കൃത്യമായി 1, പുറമ്പോക്ക് ഭൂമി കണ്ടെത്തണം. 2, പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുമ്പോഴും പരാതിക്കാരനായിട്ടുള്ള ആളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയിലാണ് 8 കുടുംബങ്ങൾ ഉള്ളത് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ 8 കുടുംബങ്ങൾക്കും പുനരധിവാസം ഉറപ്പുവരുത്തണം. ഈ നടപടിക്രമങ്ങളാണ് വേണ്ടത്. അത് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും രേഖ ഹാജരാക്കാതെ ഇതിന്റെ പരാതിക്കാരൻ ഡബിൾ റോൾ കളിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് 14 തവണയും പോലീസ് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ സാഹചര്യത്തിൽ 3 ദിവസമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റോ ആണ് ആഭ്യന്തര വകുപ്പിന്റെ ആദ്യത്തെ ഒരു പോലീസ് യോഗം ഔദ്യോഗികമായി ചേരാൻ പോകുന്നത്. അതിനു മുൻപ് കോൺഗ്രസ് അധികാരത്തിലേറി എന്ന് മനസ്സിലാക്കുന്ന നിമിഷം മാറാൻ കഴിയുന്നതാണോ പോലീസിന്റെ നയം? അത് ചോദിക്കേണ്ടത് ഇവരോട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ജലഭീരങ്കിയുമായിട്ട് അവിടെ പോയത്? എന്തുകൊണ്ടാണ് സ്റ്റിയർ ഗ്യാസുമായിട്ട് അവിടെ പോയത്? 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി 400ഓളം പോലീസുകാർ പോയത് എന്തിനാണ്? വനിതാ പോലീസ് പോലും ചെയ്യാൻ മടിച്ച ഡ്യൂട്ടി, അതായത് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി സ്ത്രീകളെ ആക്രമിക്കാൻ പുരുഷ പോലീസുമാർ തയ്യാറായത് എന്തുകൊണ്ടാണ്? എങ്ങനെ അവർക്ക് ആ ധൈര്യം കിട്ടി? ആ ധൈര്യം കിട്ടിയത് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഗവൺമെന്റ് ആണ്, ആഭ്യന്തര വകുപ്പാണെന്നുള്ള ബോധ്യം പോലീസ് അസോസിയേഷൻ നമ്മൾ കണ്ടല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ തന്നെ
പോലീസിന്റെ ചുമതലയുള്ള മുഴുവൻ ആളുകളെയും മാറ്റണം, അതുപോലെ ജില്ലാ ചുമതലയുള്ളവരെ മാറ്റണം. അങ്ങനെ പലതരത്തിൽ ഉത്തരവുകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അത് 2-3 ദിവസം ആകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നാൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാവരിലും ആശങ്ക ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെയും ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. രണ്ടാമത് ചോദിച്ച ചോദ്യം പെരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഞാൻ ആവശ്യത്തിലേക്ക് വരാം. ശ്രീ എ കെ അണ്ടർജനോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ വരികയും ചെയ്യാം. അല്ല, പെരിയയിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പാണെങ്കിൽ അഴിച്ചുവിടും എന്ന ബോധ്യത്തിൽ നിന്നാണോ പോലീസിന് ഈ മിനിറ്റ് വെച്ചുള്ള മാറ്റമുണ്ടായത്? മാധു, ഒരിക്കലുമല്ല. ഈ പോലീസിന് പിണറായി വിജയന്റെ കാലത്ത് കേരള സമരത്തെ ജനങ്ങളെ തല്ലി ഒതുക്കിയതുപോലെയുള്ള പോലീസാണ്. ആ പോലീസ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഒരു പണി കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ്, ഏതെങ്കിലും ബുദ്ധിയിൽ ഉദിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള അധമബോധത്തിന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ അത്തരം കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കുന്നുണ്ട്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക്, ഈ ക്രൂരമായ രൂപത്തിൽ ബലപ്രയോഗത്തിലേക്ക് നയിച്ചത് എന്ന് ഞങ്ങൾ അന്വേഷിക്കും. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ നയമാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ അത് നിർത്തിവെക്കാൻ ഞങ്ങൾ ഉത്തരവ് കൊടുക്കുമോ? നിർത്തിവെക്കാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതിനകത്ത് ആ ജനങ്ങൾക്ക് നേരെ നടന്ന കയ്യേറ്റവും അതിക്രമവും ആ രൂപത്തിലാണെങ്കിൽ അത് പരിശോധിക്കും. ആ പരിശോധിച്ച് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലെ യോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കും. അപ്പോ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പലതവണ ആവർത്തിക്കുകയാണ് ആ സ്പോട്ടിൽ നിർത്തിവെച്ചു. സ്പോട്ടിൽ ഇന്നലെ സംഭവം ഉണ്ടായത് 3 മണിക്കാണ്. അവിടെ ക്രൂരമായിട്ടുള്ള മർദ്ദനവും അടിച്ചമർത്തലും ചവിട്ടലും ജലപീരങ്കി ഉപയോഗവും എല്ലാം കഴിഞ്ഞ് 3:30 തന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 50-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിൽ വീട് നഷ്ടപ്പെടുന്നവരുണ്ട്, പ്രാദേശികമായിട്ട് ജനപ്രതിനിധികളുണ്ട്, CPM-ന്റെ പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി ഉണ്ട്, അതുപോലെ വാഴക്കുളം ലോക്കൽ സെക്രട്ടറി ഉണ്ട്. അവരെ 5:30 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടുന്നത്. അതിനുശേഷമാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടു എന്നുള്ള വാർത്ത വന്നത് 5:45 ശേഷമാണ്. ഈ ചാനലടക്കം അത് ബ്രേക്ക് ചെയ്തതാണ്. അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ട സമയം നമ്മുടെ ലൈവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ വിളിക്കുകയും പോലീസിനോട് പിൻവാങ്ങാൻ പറയുകയും ചെയ്തത്. 4 മണി വാർത്ത കയറുന്നതിന് മുമ്പ് അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന ജാമ്യം പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അങ്ങ് പറയുന്നത് പോലെ ശരിയാണ്, കുറച്ച് വൈകിയാണ് സംഭവിച്ചത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ അതിന് മുൻപുണ്ടായി, അക്കാര്യത്തിൽ തർക്കമില്ല, അത് സംഭവിച്ചതാണ്. അല്ല, നിങ്ങൾ വാർത്ത കൊടുത്ത സമയം നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ കൃത്യമായി അവിടെ ഉള്ളവർക്ക് ബോധ്യമുണ്ട്, 8 വീട്ടുകാർക്ക് ബോധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് നടന്നത് ഈ പോലീസുകാർ എല്ലാ തരത്തിലുള്ള ഇടപെടലേ അതെ ജലപീരങ്കിയായിട്ട് പോയി, സ്റ്റിയർ ഗ്യാസ് ആയിട്ട് പോയി, 500 പോലീസുകാരായിട്ട് പോയി, എല്ലാ അതിക്രമവും നടത്തി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് അവരെ റിലീസ് ചെയ്ത് വരുമ്പോ എല്ലാം ഞങ്ങൾ ഇടപെട്ട എന്ന് പറഞ്ഞാൽ 14 തവണ ഇല്ലാതെ വന്ന സംഭവം എങ്ങനെ 15ാമത് തവണ ഉണ്ടായി? അതിന് പോലീസുകാർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആലുവ SP ബാബുക്കുട്ടൻ എങ്ങനെ ധൈര്യം വന്നു എന്നതാണ്. ഈ സർക്കാരിന് കളങ്കം വരുത്താൻ ഈ സർക്കാർ നിങ്ങളുടെ ചെയ്താണ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതെ, പിണറായി വിജയൻ മാറിയപ്പോൾ ഈ പോലീസുകാർ ചെയ്ത പണിയാണെന്ന് പരിശോധിക്കും. എല്ലാം ബഹുമാനപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പരിശോധിച്ചോളൂ. എല്ലാം അത് കേൾക്കട്ടെ. എല്ലാം 14 തവണ എങ്ങനെ 15ാമത് തവണ പരിശോധിക്കാതെ പോവില്ല. എല്ലാ പാതകളും എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരാളുടെ കണ്ണുനീര് വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഞങ്ങളുടെ ആവശ്യം അതാണ്, പരിശോധിക്കുക. പക്ഷെ നിങ്ങളെ പോലീസ് അതിക്രമം ഉണ്ടായത് ഞങ്ങൾ ഇന്നലെ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞിട്ടുണ്ട്. സമരം ചെയ്ത ആളുകളെ ക്രൂരമായി തല്ലിച്ചതച്ചല്ലേ നിങ്ങളുടെ സർക്കാരിന്റെ ഭാഗത്ത്. നിങ്ങൾ ഈ വർഗല്ലേ നിങ്ങൾ സംശയമുണ്ടോ? സമരം നടത്തിയ ആളുകളെ നിങ്ങളുടെ പോലീസ് കൈകാര്യം ചെയ്തു, നിങ്ങളുടെ പാർട്ടി ഗുണ്ടകൾ കൈകാര്യം ചെയ്തു. അതിക്രൂരമായി
പൂർത്തിയാകാത്ത ഏത് പദ്ധതി ഉണ്ടെങ്കിലും നിങ്ങൾ ശരി. അല്ല, ഈ പരീക്ഷകാവിൽ നടന്നത് എന്താണെന്ന് സംബന്ധിച്ച വിപുലമായ അന്വേഷണം വേണ്ടതുണ്ട്. അങ്ങനെ കയറൂരി വിടാൻ കഴിയുന്ന ഒരു സംവിധാനമായി പോലീസ് സേന അവശേഷിക്കാൻ പാടില്ല എന്നുണ്ട്. ഇന്നലെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ആ ജനങ്ങളുടെ കണ്ണീരാണ് 102 സീറ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. നിങ്ങളെല്ലാം കൊടുത്തെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതുപോലെ പരാജയപ്പെടുത്തോ? പാർട്ടി കോട്ട തകരുമോ? കണ്ണൂരിലെ പയ്യന്നൂർ തളിപ്പറമ്പ് ഉൾപ്പെടെ കേരളത്തിലെ CPM-ന്റെ കോട്ടകൾ തകർന്നത് എന്താ കണ്ടിട്ടുണ്ട്, കുറെ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ശരി, ഓക്കെ. അല്ല, ഇനിയിപ്പോ ആവശ്യത്തിലേക്ക് പോകണ്ട. ഈ പരീക്ഷകാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പോലീസ് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ കയറി രണ്ടാമത്തെ ദിവസം ഇതുവരെ ഇല്ലാത്ത വണ്ണം എന്ന് മുൻ ഭരണപക്ഷം ആരോപിക്കും തരത്തിലുള്ള ഒരു എക്സസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച കൃത്യമായ ചിത്രം വേണ്ടതുണ്ട്. അത് പഴയ സർക്കാരിന്റെ കാലത്തോ പുതിയ സർക്കാരിന്റെ കാലത്തോ എന്നുള്ളതല്ല. പോലീസ് സ്റ്റേറ്റ് മിഷനറിയാണ്. അത് അച്ചടക്കത്തോടു കൂടി പ്രതികരിക്കേണ്ടതാണ്. രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് മാറാനുള്ള നയമല്ല പോലീസ് നയം എന്നത് തന്നെയാണ്.